നേരത്തെ കുറച്ചും കൂടെ ഹാർഡായിരുന്നു, കാരണം മറ്റ് നീളമുള്ള ഇത് വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്ക് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ത്രോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പം ഞാൻ ഇട്ടെന്ന് വെച്ചാൽ സ്റ്റോക്ക് കേബിളിൽ മറ്റേ നീളം കൂടി അത് ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇതാണ് ആ ക്ലാമ്പ്. ഓക്കെ, ഇത്രയും നീളം സ്റ്റോക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് അത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് ശരിയാവില്ല, കാരണം ഇത് കുറച്ച് ഹാർഡാണ്. ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ട്യൂബൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ കേബിളില്ലേ ഇത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെന്ത് കൂടുതലാണ്, ലെന്തൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറയ്ക്കണം. ഓക്കെ, ഈ മേളിൽ ഈ ടാർപ്പള ഇട്ടുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളർ ഞാൻ വെളിയിറങ്ങി കാണിച്ചു തരാം. ഇതൊരു ആഷ് കളറാണ്. ഈ ആഷ് കളർ വെച്ചാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, കാരണം ഇതാകുമ്പോൾ ഒരു കളർഫുള്ളായിട്ടിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതാണ്. ഇപ്പോൾ ചെറിയൊരു ബോൾട്ടും നെട്ടുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഔട്ടർ കണക്ട് ചെയ്യുന്നത്, ഇതിൽ ഇന്നറും കയറും. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അപ്പുറ സൈഡ് വെച്ച് ഹോൾഡ് ചെയ്യണം. മീൻസ് ഇത് ഇപ്പുറത്ത് ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടോ, ആ വലിയ ഹോളിനപ്പുറത്ത് ഒരു ചെറിയ ഹോൾ നീങ്ങിയിരിക്കുന്നുണ്ടോ, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഹോൾഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോറിക്ഷയുടെ കേബിളാണ്, പെട്രോൾ ഓട്ടോറിക്ഷയുടെ കേബിളെന്നാണ് തോന്നുന്നത്, അങ്ങനെ വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ലെന്തുണ്ട്. ബാക്കി മിച്ചം വന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും നീളമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പകുതി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കാണും പകുതി കട്ട് ചെയ്യണേക്കെ. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാധനം കാണുന്നുണ്ട്, അത് ഇത് കണ്ടോ, ഒരു കട്ട് പോലെ വെച്ചിരിക്കുന്ന. ഈ കട്ട് പോലെ വെച്ചപ്പോഴാണ് നമ്മൾ ഈ ത്രോട്ടിൽ കുറച്ചും കൂടെ ഫ്രീ ആയത്. നേരത്തെ കുറച്ചും കൂടെ ഹാർഡായിരുന്നു, കാരണം മറ്റ് നീളമുള്ള ഇത് വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്ക് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റത് യൂസ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ വീഡിയോയിൽ അതാണ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്, കാരണം നല്ല സ്മൂത്തുണ്ട്. ഇത് കണ്ടേ, കണ്ടോ, ആ ഒരു ഫ്രീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ഇത് നല്ല നീളം ഉണ്ടായിരുന്നു ഈ ഇന്നർ ട്യൂബ്. അപ്പം ഞാൻ അതിൻ്റെ കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാമല്ലോ അല്ലേ, ഇവിടുത്തെ വർക്കിംഗ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ്. അപ്പോൾ ഇത് ഞാൻ മടക്കിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇതെടുത്ത് ഇവിടെ സ്റ്റോക്കായിട്ട് വയ്ക്കാം. ഓക്കെ, പഴയതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടാഗൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. നമ്മൾ ഈ ത്രോട്ട് റെഡി ആയിട്ടുണ്ട്. ചോണ്ടൊക്കെ അല്ലേ, കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുണ്ട് ആക്ഷൻ. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിച്ച കാര്യമാണ് ഇതെന്ത് ക്ലാമ്പാണെന്ന്. കാരണം എൻ്റെ അതിൻ്റെ പിക്ക് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ FZൻ്റെ ക്ലാമ്പാണ്. FZൻ്റെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡിൻ്റെ ക്ലാമ്പാണ്. അത് വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.